തിങ്കളാഴ്ച നമ്മൾ മഹാദേവ ടെമ്പിൾ ഇടാറുണ്ടല്ലോ ദിവസം. ഇന്ന് ഇടുന്നത് നിഷ്കളങ്ക് മഹാദേവ് ടെമ്പിൾ, ഗുജറാത്തിലുള്ള ഒരു വലിയ മഹാത്ഭുതമാണ് ഈ ക്ഷേത്രം. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കടലിനുള്ളിലാണ് ഈ ക്ഷേത്രം കൂടുതൽ സമയവും. ഒരു പ്രത്യേക സമയത്ത് മാത്രമേ ഈ ക്ഷേത്രം പ്രത്യക്ഷമാവുകയുള്ളൂ. അപ്പോഴാണ് ഭക്തജനങ്ങൾ അവിടെ ചെന്ന് കാണുന്നത്. ഇത് കണ്ട ഇങ്ങനെ ഇരിക്കും ഈ ക്ഷേത്രം. കുറച്ചുകൂടെ കഴിയുമ്പോൾ മൊത്തം കടൽ വന്നങ്ങ് മൂടും. പിന്നെ നമുക്ക് ക്ഷേത്രം കാണാനേ പറ്റത്തില്ല. പിന്നെ പിറ്റേന്ന് ഒരു 11 മണിയാകുമ്പോൾ പതുക്കെ കടല് ഉൾവലിയാൻ തുടങ്ങും. ഉച്ച സമയത്ത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ പ്രതിഭാസം എന്നൊന്നും മനസ്സിലാകുന്നില്ല. കണ്ടില്ലേ, മനുഷ്യർക്ക് നടക്കത്തക്ക രീതിയിൽ ഒരു വഴി ഇങ്ങനെ രൂപപ്പെട്ടിട്ട് കടൽ ഇങ്ങനെ മാറുകയാണ്. പിന്നെ ക്ഷേത്രം ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ കഥയും മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പണ്ട് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് പഞ്ചപാണ്ഡവന്മാർ വളരെ ദുഃഖത്തിലായി. അവരുടെ സഹോദരന്മാരെയല്ലേ അവർക്ക് കൊല്ലേണ്ടി വന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി. അവർ കൃഷ്ണനോട് ഒരു പരിഹാരം ആരാഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കറുത്ത പശുവിനെ കാണും, അതിനെ പിന്തുടർന്നാൽ മതിയെന്ന്. അവരാ കറുത്ത പശുവിന്റെ ദേഹത്ത് ഒരു കറുത്ത കൊടി നാട്ടി വിട്ടു. ആ പശു ഇങ്ങനെ നടന്നു, അവര് പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ആ പശു വന്നു നിന്ന സ്ഥലമാണത്രേ ഇത്. അവരവിടെ കഠിന തപസ് ആരംഭിച്ചു. കഠിന തപസ്സിനൊടുവിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. ഈ പഞ്ചപാണ്ഡവരെന്ന് പറയുന്നത് മഹാദേവന്റെ മഹാഭക്തരായിരുന്നു. പണ്ടുകാലത്ത് എല്ലാവരും ശ്രീ പരമേശ്വരനെയാണ് ആരാധിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ 5 ശിവലിംഗങ്ങൾ, സ്വയംഭൂ ശിവലിംഗങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ആരാധിച്ചോളാൻ പറഞ്ഞു. ഇവർ 5 പേരും അഭിഷേകമൊക്കെ തുടങ്ങി. അങ്ങനെ ഈ കടലിന്റെ നടുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാകുക വളരെ അപൂർവമായിട്ട്, ലോകത്തെങ്ങും ഉണ്ടോന്ന് തന്നെ സംശയമാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കടൽ ഇങ്ങനെ മാറിപ്പോകുമ്പോൾ സമുദ്രത്തിന്റെ നടുക്ക് ഇങ്ങനെ അമ്പലം പ്രത്യക്ഷപ്പെടത്തില്ലേ, ഭക്തജനങ്ങളൊന്നും ഒരു പേടിയുമില്ലാതെയാണ് അവിടേക്ക് പോകുന്നത്. അവർക്ക് അത്ര വിശ്വാസവും ഭക്തിയുമാണ്. ഇതെന്തായാലും ഒരു മഹാ അത്ഭുതമാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം കടലിന്റെ നടുക്കാണ് ഈ 5 ശിവലിംഗങ്ങൾ. ആ മധ്യാഹ്ന സമയമാകുമ്പോൾ ഭക്തജനങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി സമുദ്രം വഴിമാറി കൊടുക്കുന്നു. അവരവിടെ ചെന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സായങ്കാലമാകുമ്പോൾ ഈ അമ്പലം അങ്ങ് സമുദ്രത്തിന്റെ അടിയിൽ പോകുന്നു. രാത്രി മുഴുവൻ സമുദ്രം അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര അത്ഭുതമുള്ള ഒരു ക്ഷേത്രമാണ് ഈ നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രം. മഹാദേവൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.